കൊറോണയൊക്കെ കഴിഞ്ഞ് നമ്മളൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങാൻ തുടങ്ങിയ ശേഷം നമ്മളെ കൂടെ ഹിഫ്ള് പഠിച്ച ഒരു സുഹൃത്തുണ്ട്, പേര് ഹാനി. നമ്മളതേ പ്രായം. അപ്പം എന്താ ഒന്നുമില്ല, വീട്ടിൽ മറ്റേതുണ്ട് കവുങ്ങ് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് വിചാരിക്കുന്നത്, കവുങ്ങ്. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു, അവൻ്റെ പറമ്പിലെ കവുങ്ങല്ലേ, അവൻ തന്നെ കവുങ്ങിലേക്ക് കയറി അടക്കെടുക്കാൻ. കവുങ്ങ് സ്വാഭാവികമായിട്ട് ഇങ്ങനെ പോയിട്ട് മുകളിലെത്തുമ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ കനം കുറയും, കട്ടി കുറയും. ഇവൻ മുകളിലെത്തിയപ്പോൾ കവുങ്ങ് ഇങ്ങനെയാണ് വലഞ്ഞിട്ട് പൊട്ടിയിട്ട് ഇവൻ നേരെ എന്ത് ചെയ്തു, കവുങ്ങിൻ്റെ ചോട്ടിലുള്ള ഒരു കല്ലിലേക്ക് തല അടിച്ചെടുക്കുന്ന ആള് മരണപ്പെട്ടു പോയി. ഒന്നാം പുറത്തു കൊടുക്കട്ടെ. നമുക്ക് അപ്പോഴൊക്കെ നമ്മളതിങ്ങനെ കേൾക്കുമ്പോൾ ഉണ്ടാവുന്നൊരു ഞെട്ടലുണ്ട്. നമ്മളെ കൂടെ പഠിച്ച് നമ്മൾ ഡെയിലി കോണ്ടാക്ട് ചെയ്യുന്ന അത്തരത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യാം, പെട്ടെന്ന് കേൾക്കാണ് മരണപ്പെട്ടു പോയി ഇങ്ങനെ ഒരു സംഗതിയിൽ. ഓനത് ഭയങ്കര ആവേശത്തിലാണ് നമ്മളെന്ത് മരത്തുമ്പോൾ കയറുക. മരത്തിൽ കയറുക നമ്മൾ ചെറുപ്പത്തിൽ എങ്ങനെ മാങ്ങക്കായാലും അതുപോലെ തന്നെ എന്തിനായാലും ആവേശത്തിലൊക്കെ കയറുക. പക്ഷെ അത് കയറുമ്പോൾ പോലും ഓൻ അറിയണില്ല എന്ത്, ഞാൻ ഈ മരത്തിൽ നിന്ന് നല്ലപോലെ താഴോട്ട് ഇറങ്ങും എന്നുള്ളത് എത്ര വേദന സഹിച്ചിട്ടുണ്ടാവും. അപ്പൊ അതേ സംഗതി അതേ പ്രായത്തിലുള്ള അതേ സംഗതികളിലൂടെ തന്നെയാണ് ഞാനും നിങ്ങളൊക്കെ ഉള്ളത്. പക്ഷെ മുമ്പ് പറഞ്ഞതുപോലെ അള്ളാഹു നമ്മുടെ ആ ഒരു സമയത്ത് എത്തിച്ചിട്ടില്ല, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ സമപ്രായക്കാരായ മരണപ്പെട്ടു പോയ ആളുകളുടെ മനസ്സുകൾ, അവരുടെ മുഖങ്ങൾ നമ്മുടെ മനസ്സുകളിലൂടെ എന്ത് ചെയ്യണം, കൊണ്ടുപോകണം. അപ്പോൾ ഞാനിപ്പോ ചിന്തിക്കുന്നത് പോലെ എൻ്റെ മുഖങ്ങൾ എന്ത് ചെയ്യും, വേറെ ചില ആളുകളും കുറച്ച് കഴിഞ്ഞ് അങ്ങനെ ആലോചിക്കുക, ഇന്ന ആൾട്ടോ അബൂബക്കർ കേട്ടോ, ഉമർ കേട്ടോ, അബ്ദുള്ള കേട്ടോ, അബ്ദുറഹ്മാൻ കേട്ടോ എന്നെന്ത് ചെയ്യും, നമ്മളെ കുറിച്ച് ഇങ്ങനെ പറയാനുള്ള ദിവസങ്ങൾ അനധിവിദൂരമല്ല എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഗൗരവത്തോടു കൂടി നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ റജബും പുതിയ വർഷങ്ങളും പുതിയ വയസ്സുകളിലേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ആയുസ്സിനെ കുറിച്ച് കൃത്യമായൊരു ചിന്തയും ബോധവും നമുക്കുണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ആയുസ്സിനെ കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ച് ബോധമുള്ള ഒരാൾ എന്ത് ചെയ്യണം, രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ എന്താ വെച്ചാൽ സ്വന്തം നന്മകളിൽ, വ്യക്തിപരമായ നന്മകളിൽ എന്ത് ചെയ്യണം, ഒരു കാർക്കശ. സ്വാഭാവികമായിട്ട് പറയുന്ന ഞാനടക്കം നമുക്കൊക്കെ എന്ത് വരും, ദുർബലതകൾ വരും, കുറവുകൾ വരും, നഷ്ടങ്ങൾ വരും, വീഴ്ചകൾ വരും. പക്ഷെ നമ്മളതിനെങ്ങനെ എന്ത് ചെയ്യണം, പുകഴ്ത്തിക്കൊണ്ടേയിരിക്കണം. പുകഴ്ത്തല്ല, നമ്മളതിനെങ്ങനെ പുതുക്കിക്കൊണ്ടേയിരിക്കണം. അഥവാ സ്വന്തം നന്മകളിൽ നമ്മളിങ്ങനെ ആലോചിക്കാം. പ്രത്യേകിച്ച് സ്ത്രീകളെ സഹോദരിമാരും ആലോചിക്കാം. നമ്മുടെ ഖുർആൻ പാരായണം അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ മഹബ്ബത്തും അള്ളാഹുവിൻ്റെ കാരുണ്യവും ലഭിക്കുന്ന ഇതിനേക്കാൾ വലിയ മരുന്നെന്തില്ല, ലോകത്തില്ല. പരിശുദ്ധ ഖുർആനിന്റെ പാരായണ പഠന വിഷയത്തിൽ ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ എത്രത്തോളം ചെയ്തിട്ടുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം, സ്വയം ആലോചിക്കണം. നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമുക്ക് എത്രത്തോളം സൂക്ഷ്മത പുലർത്താൻ, നമുക്ക് ഓരോരുത്തർക്കും സൂക്ഷ്മത പുലർത്താൻ സാധിക്കും. അതൊക്കെ നമ്മുടെ വ്യക്തിപരമായ ഇബാദത്താണ്. സിക്റുകളുടെ വിഷയത്തിൽ നമുക്ക് എത്രത്തോളം അടുക്കാൻ സാധിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒക്കെ അപ്പുറമുള്ള ഒരു ബന്ധമുണ്ട്. അതെന്താ അറിയാം, അള്ളാഹുമായിട്ടുള്ളൊരു അലാഖത്ത്, അള്ളാഹുമായിട്ടുള്ളൊരു ബന്ധം. ഒരു അടിമക്ക് എന്തുണ്ട്, അള്ളാഹുമായിട്ടുള്ള വല്ലാത്തൊരു ബന്ധമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വന്നൊരു സ്വഹാബി കാര്യമായ കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ എന്താ ഉള്ളത് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്, അള്ളാഹുവിനോടുള്ള സ്നേഹമുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമുണ്ട് എന്നാണ്. അതാ ഒരു എന്താണ്, ബന്ധാണ്. ഒരു ബാപ്പ മകൻ പറഞ്ഞാൽ കേൾക്കാത്ത മകനാണ്, എത്ര പറഞ്ഞാലും കേൾക്കൂല, തർക്കത്തിലേ പറയുള്ളൂ, സംസാരം ശരിയില്ല, പറയുന്ന ബാപ്പയും ഉമ്മയും ഉദ്ദേശം പോലെ ഒന്നും നടക്കാത്തൊരു മകനാണ്. പക്ഷെ ആ മകൻ എത്ര കുരുത്തക്കേട് കാട്ടിയാലും, ആ മകൻ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ, നഷ്ടം സംഭവിച്ചാൽ, ആ മകൻ ഒരു സങ്കടപ്പെടേണ്ടി വന്നാൽ അതിനാര് സ്വീകരിക്കും, ആ ഉമ്മയും ഉപ്പയും സ്വീകരിക്കും. നന്ദികേട് കാണിച്ച് ജീവിക്കുന്ന മകനായിരിക്കും. പക്ഷെ ആ മകനൊരു പ്രയാസം വന്നാൽ ആ ഉമ്മയും ഉപ്പയും സ്വീകരിക്കും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അടിമയോട് സൃഷ്ടികളെക്കാൾ കാരുണ്യവും സ്നേഹമുള്ളയാളാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് വേണം, അള്ളാഹുവിനോട് ആ നിലക്കുള്ള സൃഷ്ടാവാണ്, അതുപോലെ അള്ളാഹുവാണ്, അതുപോലെ പ്രസംഗങ്ങളിലും വായനകളിലും കേൾവികളിലും മാത്രം പതിയുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള ചിത്രങ്ങളല്ല നമ്മുടെ മനസ്സിൽ വേണ്ടത്. മറിച്ചോ അള്ളാഹു ആണ് എൻ്റെ ജീവിതത്തിലെ എല്ലാം, അവനാണ് തീരുമാനിക്കുന്നവൻ, നിയന്ത്രിക്കുന്നവൻ, കാരുണ്യവാൻ. ഞാനിനി എത്ര തമ്മാടിയായി ജീവിച്ചാൽ റഹ്മാനായ റബ്ബ് വിചാരിച്ചാൽ എന്നോട് കാരുണ്യം കാണിച്ചാൽ എനിക്ക് അവൻ പുറത്തു തരും. ചിലപ്പോൾ ഞാൻ എത്ര നന്മയിലായി ജീവിച്ചാലും തിരിച്ചു സംഭവിക്കും എന്നൊക്കെയുള്ള ചിന്തകളിൽ നിന്ന് ഉണ്ടായി വരുന്ന റഹ്മാനായ റബ്ബുമായിട്ടുള്ള ഒരു ഹൃദയബന്ധം. അവൻ അള്ളാഹുവിനോട് പോയി സംസാരിക്കും.
നിസ്കാരത്തിൽ, ദിക്റുകളിൽ, ഖുർആൻ പാരായണത്തിൽ, അതുപോലെ തന്നെ അവന്റെ ജീവിതത്തിൽ എന്ത് ഏറ്റക്കുറച്ചിലുകൾ വന്നാലും അതെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് സംസാരിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട നിസ്കാരം, അതുപോലെ തന്നെ ഖുർആനോത്ത്, ദിക്റുകൾ, ദുആകൾ, അതുപോലെ തന്നെയുള്ള അള്ളാഹുവിന് മാത്രമായി കൊണ്ട് കുറച്ച് സമയം ഒഴിഞ്ഞിരിക്കൽ തുടങ്ങിയുള്ള കാര്യങ്ങളിൽ നമ്മൾ എത്രത്തോളം അതിലൊരെന്തുണ്ട്, ഒരു മനസ്സംതൃപ്തി ഇല്ലേ? അതിലൊരു ആത്മസംതൃപ്തി നമുക്ക് ലഭിക്കാണ്ട് അതിലൂടെ മനസ്സ് ശാന്തമാകും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, മനസ്സ് അതിലൂടെ ശാന്തമാകും. അതുകൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യണം? അത് നഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. മഹാനായ സ്വഹാബി ആമിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രം ഇതിനോട് നമ്മൾ ചേർത്ത് വെക്കണം. ആമിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു മരണാസന്നനായി ശ്വാസം കിട്ടാത്ത അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുകയാണ്. മരണാസന്നനായി ശ്വാസം കിട്ടാത്ത അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നുണ്ട്. പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നത് മഗ്‌രിബിന്റെ ബാങ്കാണ് കൊടുക്കുന്നത്. ഹയ്യ അലസ്സലാ, നിങ്ങൾ എന്ത് ചെയ്യുക? നിസ്കാരത്തിന് വേണ്ടി വരിക എന്ന് പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം മരണാസന്നനാണ്. ശ്വാസം പോലും കിട്ടാത്ത അവസ്ഥയിൽ ഇങ്ങനെ മരണപ്പെടുന്ന ഒരു അവസാന ഘട്ടത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹയ്യ അലസ്സലാ എന്ന് പള്ളിയിൽ നിന്ന് കേട്ടപ്പോൾ ആമിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു മക്കളോട് പറഞ്ഞത്, എന്നെ പള്ളിയിലേക്ക് നിങ്ങൾ താങ്ങിയെടുത്തു കൊണ്ടുപോകണം. അപ്പൊ മക്കൾ പറഞ്ഞു, നിങ്ങൾ രോഗത്തിന്റെ അങ്ങേ അവസ്ഥയിലാണ് കിടക്കുന്നത്, അള്ളാഹു നിങ്ങൾക്ക് ഇളവ് തന്നിട്ടില്ലേ എന്ന് ചോദിച്ചു. ജമാഅത്തിന് പോയിട്ടില്ലെങ്കിൽ ഇളവ് തന്നിട്ടില്ലേ? അപ്പൊ ആമിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അള്ളാഹുവിന്റെ വിളി കേട്ടിട്ട് ഞാൻ എങ്ങനെയാണ് ഉത്തരം നൽകാതിരിക്കുക എന്ന് പറഞ്ഞ് മക്കളുടെ തോളിലും അതുപോലെ തന്നെ സഹായത്തോടു കൂടി വേച്ച് അവരെ താങ്ങിക്കൊണ്ട് ആമിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പള്ളിയിലെത്തി നിസ്കരിച്ചു. ഇമാമിനെ പിന്തുടർന്നു. ഒന്നാമത്തെ റക്അത്തിൽ സുജൂദിലേക്ക് പോയി. ആ സുജൂദിന് പിന്നാലെ എണീറ്റില്ല. ആമിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു എണീറ്റില്ല. ഒന്നാമത്തെ സുജൂദിൽ തന്നെ മരണപ്പെട്ടു. അത് അത്രയും ആസന്നമായ അവസ്ഥയിലും മരണാസന്നമായ അവസ്ഥയിലും പള്ളിയിൽ നിന്ന് ഹയ്യ അലസ്സലാ എന്ന് കേട്ടപ്പോ ആ വിളിക്ക് ഞാൻ എങ്ങനെയാണ് ഉത്തരം നൽകാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ശ്വാസം കിട്ടാതെ പ്രയാസപ്പെടുന്ന അവസ്ഥയിലും സ്വഹാബി എന്ത് ചെയ്തിട്ടുണ്ട്? പള്ളിയിലേക്ക് വേച്ച് പോയിട്ടുണ്ട്. എന്നിട്ട് ആ സുജൂദിൽ കിടന്ന്, ഒന്നാമത്തെ സുജൂദിൽ കിടന്ന് മരണപ്പെട്ടു എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് കാണാം, ഒരാൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് എന്തിലാണോ ചെലവഴിക്കുന്നത് അതിൽ അയാൾ അള്ളാഹു എന്ത് ചെയ്യും? മരണപ്പെടുത്തും. സ്വഹാബത്തിന് സ്വർഗ്ഗമുണ്ട്, അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവരങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. പക്ഷെ നമുക്കൊന്നും പലപ്പോഴും അങ്ങനെ സാധിക്കാറില്ല. ഒന്ന് ജലദോഷം ഉണ്ട് തോന്നിയ പിന്നെ നമ്മൾ പള്ളിക്ക് പോകില്ല. ഞാനടക്കം സ്വയം എപ്പോഴും നമ്മൾ സ്വന്തത്തെ തന്നെ കുറ്റപ്പെടുത്തില്ല. ഒന്ന് പനി ഉണ്ട് തോന്നി നമ്മൾ പോകില്ല. മഴ ഇങ്ങനെ ചാറിയെന്ന് തോന്നി നമ്മൾ പോകില്ല. അതല്ലെങ്കിൽ ചെറിയ നിസാരമായ കാരണങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യും? പള്ളിയും ജമാഅത്തും ഒക്കെ നമ്മൾ ഒഴിവാക്കുന്ന ഒരവസ്ഥ പൊതുവെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അവർ ആയുസ്സിനെ ഉപയോഗപ്പെടുത്തിയതിന്റെ ബലാണ് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഏതാ സ്വഹാബി പറഞ്ഞത്? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇത് ആമിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ആയുസ്സിനെ ഉപയോഗപ്പെടുത്തിയ കോലം. അത്രയും മരണസമയത്ത് വരെ ഒരു നന്മ ചെയ്തിട്ട് എന്ത് ചെയ്തു? പോകാൻ വേണ്ടി ആ ഒരു ത്വരയാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അതൊക്കെ അവരുടെ വ്യക്തി ജീവിതത്തിൽ അവർ കണ്ടെത്തിയ നിർബന്ധമായ ഇബാദത്തുകളിലെ ആനന്ദത്തിന്റെ പ്രകടമായ രൂപങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നാമതായിക്കൊണ്ട് ആയുസ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹുവുമായിട്ട് നമുക്കൊരു വ്യക്തിബന്ധം, അള്ളാഹു എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരവും ഒരു സ്നേഹവും, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഔദാര്യതയെക്കുറിച്ചും അതുപോലെ തന്നെ കാരുണ്യത്തെക്കുറിച്ചൊക്കെയുള്ള ആ ഒരു വൈകാരികത നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് അള്ളാഹുമായിട്ടൊരു ബന്ധമുണ്ട്. നമ്മുടെ നിസ്കാരത്തിൽ, ഖുർആനിൽ, ദിക്റുകളിൽ, സംസാരത്തിലെല്ലാം അള്ളാഹുമായുള്ള ഇത്തരത്തിലുള്ള പേഴ്സണൽ ബന്ധങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം? കാത്തു സൂക്ഷിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ അതാണ് ഈ ചരിത്രം നമ്മുടെ മനസ്സിൽ കൂടി വേണം. വ്യക്തിപരമായ നന്മകളിൽ നമുക്ക് എത്രത്തോളം സൂക്ഷ്മത പുലർത്താൻ സാധിച്ചിട്ടുണ്ട്. ഒരു 7:00 നിർത്താം. 7:35 രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തായാലും നമ്മുടെ വ്യക്തിപരമായ നന്മകളിലൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ വ്യക്തിപരമായ നന്മകളിലും നമ്മൾ സൂക്ഷ്മത പാലിക്കേണ്ട കാര്യത്തിലൊക്കെ നമ്മൾ നന്നായി സൂക്ഷ്മത പാലിച്ച് നല്ലപോലെ അതിങ്ങനെ വൃത്തിയിലും വെടിപ്പിലും ഇങ്ങനെ കൊണ്ടുപോകാൻ. അതോടൊപ്പം നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാലും അങ്ങനെയാണ് ആയുസ്സിനെ ഉപയോഗപ്പെടുത്തേണ്ടത്. മുൻഗാമികൾക്ക് ആയുസ് കൂടുതലായിരുന്നു, നമുക്ക് ആയുസ് കുറവാണ്. അപ്പൊ നമ്മുടെ ആയുസ്സിനെ ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ ഭാഗമാണ് എന്ത്? ആയുസ് കുറച്ചോളൂ.
അപ്പൊ എന്താ ചെയ്യാ, മരണപ്പെട്ട് കഴിഞ്ഞാലും ഖബറിലേക്ക് പരന്നൊഴുകുന്ന നന്മകളുടെ വാഹകരായിട്ട് എന്ത് ചെയ്യാ നമ്മൾ മാറുക എന്നുള്ളത്. അത് വളരെ സ്വകാര്യമായിട്ട് ചെയ്യാൻ പറ്റിയ അത്രയും നല്ലത്. എത്രത്തോളം സ്വകാര്യമായിട്ട് ചെയ്യാൻ കഴിയും. കാരണം എന്താ, മരിച്ചാലും നമ്മൾ 100 കൊല്ലം നമ്മൾ ഖബറിൽ കിടക്കുകയാണെങ്കിൽ ആ 100 കൊല്ലം ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം വരണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കർമ്മം ചെയ്യുക. അപ്പൊ അത് നമ്മളത് 4 ആളുകളിൽ പരസ്യപ്പെടുത്തിയിട്ടും ആരെങ്കിലും അറിഞ്ഞിട്ടൊക്കെ ചെയ്താൽ നമ്മൾ ആ 100 കൊല്ലം നമുക്ക് കിട്ടേണ്ട പ്രതിഫലം എന്താവും? അത് ചെറിയൊരു ചിന്തയിൽ, ചെറിയൊരു പ്രശ്നത്തിൽ, ചെറിയൊരു അഭിപ്രായ വ്യത്യാസത്തിൽ, ചെറിയൊരു പ്രകടനപരതയുടെ ഭാഗമായിട്ട് നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ പൂർണ്ണമായി ഇത്തരത്തിലുള്ള നന്മകൾ സ്വകാര്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കാം. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും. അല്ലാഹു പറയുന്നു, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, നാം ആണ് ജീവിപ്പിക്കുകയും മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നത്. വനക്തുബു മാ ഖദ്ദമു വആസാറഹും, അവർ ചെയ്തു വെച്ചതും അവരുടെ ആസാറുകളും അല്ലാഹു എന്ത് ചെയ്യുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട്. ആ ആസാറുകളാണ് എന്താ പറയുക, മരണപ്പെട്ടു പോയാലും ഒരാളുടെ ഖബറിലേക്ക് അങ്ങനെ ചെന്നെത്തുന്ന പ്രതിഫലങ്ങളുടെ ആ ഒരു ഭാഗമായി അത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമാവുക എന്നുള്ളത്. ഒരുപാട് ഹദീസുകളിൽ അത്തരത്തിലുള്ള പൊതുവായിട്ടുള്ള തത്വങ്ങൾ വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നിലധികം ഹദീസുകളിലൂടെ പറഞ്ഞതാണെന്ത്, മൻ ദഅാ ഇലാ ഹുദാ കാന ലഹു മിനൽ അജ്രി മിസ്ലു ഉജൂരി മൻ തബിഅഹു. ഒരാൾ നമ്മൾ നല്ലൊരു കാര്യം പഠിപ്പിച്ചു, ഒന്നും കണ്ട ഒരു ക്ലാസ്സിനെ വിളിച്ചു, അല്ലെങ്കിൽ ഒരാളുടെ തെറ്റ് തിരുത്തി കൊടുത്തു. ഒരാളിങ്ങനെ ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ വെള്ളം കുടിക്കും. അപ്പം നമ്മൾ അയാളിങ്ങനെ പിന്നീട് ഇങ്ങനെ സ്വകാര്യമായിട്ട് വിളിച്ചിട്ട് പിന്നെ ഇങ്ങനെ സംഗതി ഉണ്ട്, അത് ശ്രദ്ധിക്കണം. അയാൾ അതോടുകൂടി അത് നിർത്തി. പിന്നെ അയാൾ എത്ര വർഷം വലത്തെ കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നു അതിന്റെ പ്രതിഫലം ആർക്ക് കിട്ടും? നമുക്ക് കിട്ടും. ഭയങ്കരമായ പ്രബോധനം മാത്രമല്ല എന്ത് അതിന്റെ ഭാഗമായിട്ടുള്ളത്. നമ്മളെന്ത് ചെയ്യും, ഒരു ചെറിയ തെറ്റ് തിരുത്തി കൊടുത്താൽ അയാൾ ആ തെറ്റ് ചെയ്യാത്തടത്തോളം അതിന് പ്രതിഫലം. ഒരു നന്മ പഠിപ്പിച്ചു കൊടുത്താൽ ആ നന്മ അയാൾ എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ചെയ്യുന്നിടത്തോളം അതിന്റെ പ്രതിഫലം നമുക്കും കിട്ടും. അതേപോലെ നമ്മളൊരു ക്ലാസ്സിന് ക്ഷണിച്ചു, ആ ക്ലാസ്സിന് ക്ഷണിച്ചത് കാരണം അയാൾക്ക് ഒരുപാട് നന്മകൾ കിട്ടി. ആ നന്മകൾ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഫലം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, ആരെങ്കിലും ഒരു ഖൈറ അറിയിച്ചു കൊടുത്താൽ അത് ചെയ്തയാൾക്ക് സമാനമായ പ്രതിഫലം അറിയിച്ചവർ കിട്ടും. മറ്റൊരു ഹദീസിൽ കാണാം, അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൻ ലക മിൻ അൻ യകൂന ലഹു ഹുംറുൻ അം. നീ കാരണം ഒരാൾ ഹിദായത്തിലാകുന്നതാണ് ഒരു ചുവന്ന ഒട്ടകം. അന്നത്തെ ഏറ്റവും മുന്തിയ വിഭവമാണ്. ഒരു ചുവന്ന ഒട്ടകത്തെ കിട്ടുന്നതിനേക്കാൾ നിനക്ക് നല്ലത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ നന്മയുടെ പ്രസരണത്തിന്റെ ഭാഗമായി കൊണ്ട് പഠിപ്പിച്ചതാണ്. അത് ദഅവത്തിന്റെ ഏത് മേഖല, സംഘടിത ദഅവത്താണെങ്കിലും വ്യക്തിപരമായ ദഅവത്താണെങ്കിലും ഏതാണെങ്കിലും, നമ്മൾ കാരണം ഒരാൾ ഒരു പുതിയ നന്മ എത്ര ചെറുതാണെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരണപ്പെട്ടു 100 കൊല്ലം കഴിഞ്ഞ് ദ്രവിച്ച് മണ്ണോട് ചേർന്നാലും ആ പ്രതിഫലം എവിടെ കിട്ടും? നമ്മുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ നന്മയുടെ വാഹകരായി അതങ്ങനെ പ്രചരിപ്പിക്കാൻ അതിൻ്റെ കൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ നമ്മുടെ ആയുസ്സിനോട് ചെയ്യേണ്ട കാര്യമാണ്. കാരണം മരണപ്പെട്ടാലും പ്രതിഫലം കിട്ടും. അങ്ങനെയാണ് നമ്മുടെ ആയുസ്സിനെ ഉപയോഗപ്പെടുത്തേണ്ടത്. രണ്ടാമതാണ് എന്ത് അറിയാം, ഒരു ഹദീസ് നമുക്കൊക്കെ കാണാം, നമുക്കൊക്കെ അറിയാം. എന്താ, ഇതാ മാത്തൽ ഇൻസാൻ യുഖത്താനു അമലു ഇല്ലാ മിൻ സലാത്ത് ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയത്തിൻ. നല്ല ജാരിയായ സ്വതക്ക, പൊതുജനങ്ങൾക്ക് വെള്ളം കുടിക്കാൻ ഒരു പൊതു ജലസ്രോതസ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. അത് വലിയ സ്വതക്കയാണ് ഇസ്ലാമിൽ. അതേപോലെ തന്നെ ഏതെങ്കിലും പാവപ്പെട്ട മക്കൾക്ക് പഠിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. മതപരമായ സ്ഥാപനങ്ങൾക്ക്, സംവിധാനങ്ങൾക്ക്, പള്ളികൾക്ക്, അങ്ങനെ സ്വതക്കയുടെ ഇനത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും അത് നമ്മൾ അവിടെ കൊടുത്തിട്ടു. അപ്പൊ അത് കാരണം അവിടെ എക്കാലവും കാര്യങ്ങൾ, നന്മകൾ നടക്കുന്നുണ്ടെങ്കിൽ എന്താവും, അതിന്റെ തീരാത്ത പ്രതിഫലം നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ അത് നമ്മൾ നേരത്തെ പറഞ്ഞു, അത് പ്രധാനപ്പെട്ട ഒരു സമ്പാദ്യമാണ്. വലതുൻ സ്വാലിഹ്, നല്ല സ്വാലിഹായ സദ്വൃത്തനായ സൽക്കർമ്മിയായ സൽക്കർമ്മത്തിന് താല്പര്യമുള്ള, നന്മയും തിന്മയും വേർതിരിച്ചറിയുന്ന, ബാപ്പയെയും ഉമ്മയെയും തിരിച്ചറിയുന്ന, അവരുടെ മൂല്യം അറിയുന്ന, പരലോകത്തെക്കുറിച്ച് ബോധമുള്ള, ഖബറിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും നന്മ തിന്മകളെക്കുറിച്ചും കൃത്യമായ ബോധമുള്ള മക്കൾ ഉണ്ടാവുക എന്നുള്ളത് എന്താണ്? ഒരാൾക്ക് ആയുസ് ഉപയോഗപ്പെടുത്തി എന്നുള്ളതിൻ്റെ അടയാളം. കാരണം എന്താ അറിയോ, നമ്മൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ യദ്ഉ ലഹു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാ പ്രാർത്ഥിക്കേണ്ടിയേ?
മരിച്ചുപോയ ഉടനെ പ്രാർത്ഥിക്കും, ഖബറടക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കും, മയ്യത്ത് സ്കരിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കും. ആദ്യത്തെ ഒരാഴ്ച കുടുംബക്കാരുകളൊക്കെ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. എപ്പോഴും ബാപ്പാൻ്റെ ഉമ്മാൻ്റെ ഓർമ്മ മക്കളെ മനസ്സിലിങ്ങനെ ഉണ്ടാവും. അപ്പോഴൊക്കെ നിസ്കാരത്തിലൊക്കെ ചിലപ്പോൾ ഒന്ന് കരയും, ചിലപ്പോൾ നിസ്കാര ശേഷം കുറച്ച് ദീർഘമായിട്ട് എന്ത് ചെയ്യും, പ്രാർത്ഥിക്കും. പിന്നെ കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞാൽ ആ ബാപ്പാനും ഉമ്മാനെയും സന്ദർഭോചിതമായിട്ട് ഓർക്കുക എന്നല്ലാതെ കാര്യമായിക്കൊണ്ട് ദീനിയായ കാര്യത്തിൽ ഓർക്കുന്ന മക്കൾ വളരെ കുറവായിരിക്കും. അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ പേരിൽ സ്വതക്കുകൾ ചെയ്യുക, അവർക്ക് നോമ്പ് ബാക്കിയുണ്ടെങ്കിൽ ആ നോമ്പുകൾ തീർക്കുക, അവരുടെ സമ്പത്തിൽ നിന്ന് അവരുടെ പേരിൽ ദാനം ചെയ്യുക, അവരുടെ കബറിടങ്ങൾ സന്ദർശിക്കുക തുടങ്ങി ബാപ്പ മരിച്ച് ഉമ്മ മരിച്ച് മകൻ 50 കൊല്ലം ജീവിക്കുന്നുണ്ടെങ്കിൽ ആ 50 കൊല്ലവും വിടാതെ ഉമ്മയെയും ഉപ്പയെയും മരണപ്പെട്ട ഉമ്മയെയും ഉപ്പയെയും നന്മയുടെ കാര്യത്തിൽ ഓർത്തു പോകുന്ന ഒരു മകനുണ്ടാവുക മകളുണ്ടാവുക എന്നുള്ളത് ചില്ലറക്കാരില്ല. നമ്മൾ ഇത്ര ആലോചിച്ചാൽ മതി. നമുക്കൊക്കെ നമ്മുടെ മക്കളടുത്ത് എത്രത്തോളം സ്വാതന്ത്ര്യം ഉണ്ടെന്ന് അറിയാം. നമ്മളെ മകൻ്റെ അടുത്ത് അല്ലെങ്കിൽ മകളുടെ അടുത്ത് പാടില്ല എന്ന് നമുക്കറിയുന്നൊരു തിന്മ നമ്മൾ കണ്ടു. തിന്മ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാധിക്കുന്ന തിന്മയില്ല, അങ്ങനത്തെ തിന്മത്തെ നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യും, പെട്ടെന്ന് പ്രതികരിക്കും. അതെല്ലാം ഇസ്ലാമികപരമായ തെറ്റാണ്. പക്ഷെ ഓനെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ കള്ളു കുടിക്കുന്നവനെ കണ്ട് നമ്മൾ പ്രതികരിക്കും. അങ്ങനത്തെ ഉദ്ദേശം, അങ്ങനത്തെ മനസ്സ് കൊണ്ടായിരുന്നു ഞാൻ ചെയ്യുന്ന. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കും. നേരെ പക്ഷേ ഇസ്ലാമികപരമായിട്ടൊരു കാര്യം തെറ്റാണ്, പക്ഷെ പൊതുസമൂഹത്തിൽ അത് തെറ്റൊന്നുമല്ല. അങ്ങനത്തെ ഒരു കാര്യം നമ്മുടെ മകനോ മകളോ ചെയ്യുന്നത് കണ്ടാൽ ഇവിടെ ഇരിക്കുന്ന എത്ര രക്ഷിതാക്കൾക്ക് ധൈര്യത്തോടു കൂടി ഒന്നും പറയാം, അവിടെ അതെന്താ ഇങ്ങനെ ചെയ്തേക്കണം, അത് ശരിയല്ല, അത് ചെയ്യാൻ പാടില്ല, ഇനി ശ്രദ്ധിക്കണമെന്ന് ധൈര്യപൂർവ്വം പറഞ്ഞു കൊടുക്കാൻ തങ്ങളുടെ മക്കളുടെ അടുക്കൽ സ്ഥാനമുള്ള എത്ര രക്ഷിതാക്കൾ ഉണ്ടാവും? ഒന്ന് ചിന്തിച്ചു നോക്കി, സ്വയം ആലോചിച്ചു നോക്കാം. നമ്മളെന്താ നമ്മളെ കണ്ണിക്ക് അങ്ങനെ പോകും, നമ്മളെ കണ്ണിന് എന്തായാലേ ഒക്കെ മനസ്സിലാക്കാനുള്ള പ്രായമൊക്കെ എത്തിയില്ലേ ഇങ്ങനെ പോകും. ധൈര്യമില്ല, ഒരൊറ്റ രക്ഷിതാക്കൾക്ക് ധൈര്യം ഇപ്പോഴത്തെ കാലത്തില്ല. ആലോചിച്ച് നോക്കണ്ടി. ഞാൻ ഒന്നുപാടെ പറയാം. നമ്മുടെ മകന്റെ അടുത്ത് മകളുടെ അടുത്ത് ഇസ്ലാമികപരമായ ഒരു തെറ്റുണ്ട്, ഒരു തിന്മുണ്ട്. പക്ഷെ അത് അവരുടെ സ്കൂളിൽ തെറ്റല്ല, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ തെറ്റല്ല, പൊതുസമൂഹത്തിൽ തെറ്റല്ല, പൊതുബോധത്തിനെതിരല്ല. പക്ഷെ ഇസ്ലാമിക വീക്ഷണത്തിൽ അത് തെറ്റാണ്, ഹറാമാണ്, നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല. അങ്ങനത്തെ ഒരു സംസാരമാകട്ടെ, വസ്ത്രധാരണമാകട്ടെ, സ്വഭാവമാകട്ടെ, പ്രവർത്തനങ്ങളാകട്ടെ, പങ്കുചേരലുകളാകട്ടെ, കൂടിച്ചേരലുകളാകട്ടെ, എന്താകട്ടെ, അങ്ങനത്തെ ഒരു സംഗതി കാണുമ്പോൾ കുഞ്ഞോളെ ഇതെന്താ ഇങ്ങനെ ചോദിച്ചാണ്ട് ശക്തമായിട്ട് അതിനെ സ്നേഹത്തോടു കൂടി കാർക്കശ്യത്തോടു കൂടി രണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് പറഞ്ഞ് തിരുത്തി കൊടുക്കാൻ ഇവിടെ ഇരിക്കുന്ന എത്ര പാരൻസിന് സാധിക്കും എന്നുള്ളത് സ്വയം ആലോചിക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ മക്കളടുത്ത് നമുക്ക് എത്രത്തോളം സ്ഥാനമുണ്ട്, അവരുടെ അടുത്തേക്ക് എത്രത്തോളം അടുക്കാൻ നമുക്ക് സാധിക്കും. നല്ലൊരു ഗ്യാപ്പ് പല ആളുകൾക്കും ഉണ്ടാകും, സാധിക്കൂല. അങ്ങനെ എന്ത് ചെയ്യും, ഭക്ഷണം കൊടുക്കും, ചെലവ് കൊടുക്കും, രോഗിയായ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ബില്ലടക്കും, വരും, ആഴ്ചയിലേക്കും പുറത്തുണ്ടാവും. ഇനി ഇങ്ങനെ കറങ്ങി നമ്മളങ്ങനെ എന്ത് ചെയ്യും, മണ്ടന്മാരായി കറങ്ങിയാണ്ട് അങ്ങനെ ബാപ്പിയും ഉമ്മയും. എന്നിട്ട് മരിച്ചു കഴിഞ്ഞാലോ ഈ മകനെ കൊണ്ട് മകളെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള മക്കളാവുന്നുണ്ടോ നമ്മുടെ മക്കൾ എന്ത് ചെയ്യണം, നമ്മൾ ബോധപൂർവം ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റജുല ല തുർഫഉ ദറജതുഹു ഫിൽ ജന്ന ഫയഖൂലു അന്ന ഹാദാ ഫയുഖാലു ബിഇസ്തിഗ്ഫാരി വലദിക ലക. ഒരാൾ മരണപ്പെട്ടു പോകും, എന്നിട്ട് എന്ത് ചെയ്യും, അയാളുടെ സ്വർഗത്തിലെ പദവി അള്ളാഹു ഇങ്ങനെ ഉയർത്തി കൊടുക്കുന്നത് കാണാം. അപ്പൊ അയാൾ അതിന് മാത്രം നന്മ ചെയ്തിട്ടുണ്ടോ? അയാൾ അതിന് മാത്രം നന്മയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അള്ളാഹുവിനോട് ആ വ്യക്തി ചോദിക്കും, അള്ളാഹുവേ എങ്ങനെയാണ് എനിക്കിങ്ങനെ പദവികൾ ഇങ്ങനെ ഉയരുന്നത് എന്ന് പറയുമ്പോൾ കൊടുക്കുന്ന മറുപടിയാണ് ബിസ്തിഗ്ഫാരി വലദിക ലക. ഒരാളുടെ പദവി സ്വർഗത്തിൽ ഉയരാൻ പാകത്തിൽ ഒരു മകൻ അയാൾക്ക് വേണ്ടി, ആ ബാപ്പാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടണമെങ്കിൽ ആ മകൻ എത്രത്തോളം അതിന് സമയം കണ്ടെത്തുന്നുണ്ടാവും? നമ്മളെ മക്കൾക്കൊന്നും ഉണ്ടാവില്ല എന്നറിയോ, സമയം തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അത് മുമ്പ് പല ക്ലാസ്സുകളിലൊക്കെ സൂചിപ്പിച്ചതാണ്. അതുകൊണ്ട് മക്കൾ എന്നുള്ളത് നമ്മുടെ സമ്പാദ്യമാണ്, ആയുസ്സിനെ ഉപയോഗപ്പെടുത്തുന്നതിന്റെ ഭാഗമായുള്ള സമ്പാദ്യമാണ്. മരണപ്പെട്ടു പോയാലും നമ്മുടെ ഖബറിലേക്ക് നമ്മൾ കാരണം ഈ ലോകത്തേക്ക് ഭൂജാതനായി വന്ന തൻ്റെ മകനിലൂടെ സൽക്കർമ്മങ്ങളുടെ പുണ്യങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കണമെങ്കിൽ അത്തരത്തിലുള്ള ബോധമുള്ള മക്കളാക്കി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് തന്നെ വളർത്തണം എന്ന് സാന്ദർഭികമായിട്ട് എന്ത് ചെയ്യാണ്, ഓർമ്മപ്പെടുത്തണം. അതുപോലെ തന്നെ ഒരുപാട് ഹദീസുകളിൽ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാൾക്ക് ഖബറിലേക്ക് പ്രതിഫലം കിട്ടുന്നത് എന്താ, ഒരാൾക്ക് ഇൽമു പറഞ്ഞു കൊടുക്കുക, ദീൻ പഠിപ്പിച്ചു കൊടുക്കുക, അത് സൽക്കർമ്മമായി ഖബറിലേക്ക് കിട്ടും. അതുപോലെ തന്നെ നദി ഒഴുക്കി കൊടുക്കുക,
കിണർ കുഴിച്ചു കൊടുക്കുക, ഈന്തപ്പനം പോലുള്ള ഭക്ഷ്യയോഗ്യമായ വസ്തുക്കൾ അവർക്ക് നട്ടുകൊടുക്കുക, പള്ളി പണിയുക, മുസ്ഹഫുകൾ വിതരണം ചെയ്യുക, നല്ലൊരു മകനെ ഇസ്തിഗ്ഫാർ തേടുന്ന നല്ലൊരു മകനെ ബാക്കിയാക്കി പോവുക. ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാൾക്ക് ആയുസ് ഉപയോഗപ്പെടുത്തിയത് കൊണ്ട് ആ രീതിയിൽ ഉപയോഗപ്പെടുത്തുമ്പോൾ മരണശേഷവും ഖബറിലേക്കും അയാളുടെ പുണ്യത്തിന്റെ ഏടുകളിലേക്ക് പുണ്യങ്ങൾ വന്ന് നിറയുന്നതിനുള്ള മാർഗമായി പഠിപ്പിച്ചതാണ്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ആയുസിനെ കുറിച്ചൊന്ന് ചിന്തിച്ചിട്ട് എന്ത് ചെയ്യാം, രണ്ട് കാര്യങ്ങളിലൊന്ന് തെർത്തീബ് ഉണ്ടാക്കുക. ഒന്നാമത് വ്യക്തി ജീവിതത്തിൽ പാലിക്കേണ്ട വ്യക്തിപരമായ ഇബാദത്തുകളിലും അള്ളാഹുമായുള്ള ബന്ധത്തിൽ എന്തുണ്ടാക്കുക, ഒരു ഓർഡർ ഉണ്ടാക്കുക. നമുക്ക് എല്ലാ ദിവസവും ഒരു ഓർഡർ വേണം, എന്ത് എപ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അതിന് അള്ളാഹുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കുക. രണ്ടാമത്തത് എന്ത് ചെയ്യുക, നമ്മൾ മരണപ്പെട്ടു പോയാലും നമ്മുടെ ആയുസിന്റെ ചുരുങ്ങിയ ആയുസ് കൊണ്ട് പ്രവർത്തിച്ച കർമ്മങ്ങളുടെ ഫലമായി ഖബറിലേക്ക് 100 കൊല്ലമോ 200 കൊല്ലം 300 കൊല്ലം എത്ര കൊല്ലമാണോ ഖബറിൽ കിടക്കുന്നത് അത്രയും കൊല്ലം കർമ്മങ്ങൾ അണയാതെ പ്രതിഫലം വരുന്ന കർമ്മങ്ങൾക്ക് എന്ത് ചെയ്യാം, തുടക്കം കുറിക്കുക. അത് നമ്മളിങ്ങനെ നോട്ട് ചെയ്ത് വെക്കണം. നമ്മളിങ്ങനെ എന്ത് ചെയ്യണം, ഷെഡ്യൂൾ ഉണ്ടാക്കി നോട്ട് എഴുതി വെച്ച് ടിക്കറ്റ്, ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. നമ്മൾ അങ്ങനെ തന്നെയല്ലേ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു പ്ലാൻ ഉണ്ടാക്കണം. എവിടേക്ക് എന്തൊക്കെ കൊടുക്കണം, മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വസിയത്തുമായി ബന്ധപ്പെട്ട ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു, എവിടേക്ക് എന്തൊക്കെ കൊടുക്കണം, മരിച്ചതിന് മുമ്പ് എന്തൊക്കെ കൊടുക്കണം, മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ കൊടുക്കണം, അതേപോലെ തന്നെ ചെയ്തു വെച്ച് പോകേണ്ടത് എന്തൊക്കെയാണ്, നിർദ്ദേശം ഫുൾ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്ത് പോയാൽ. കാരണം ഇഹലോകത്തെ ജീവിതം എന്നുള്ളത് നമുക്കിനി ഒരു 5 കൊല്ലം 10 കൊല്ലം 15 കൊല്ലമൊക്കെ മാക്സിമം ഉള്ളൂ. നമുക്ക് ഓരോരുത്തർക്കും അത്രയൊക്കെ തന്നെയുള്ളൂ. പക്ഷേ പരലോകം എന്നുള്ളത് എന്താ, പരലോകമാണ് ഏറ്റവും ഉത്തമമായതും എന്നും ബാക്കിയാകുന്നതെന്നും പരിശുദ്ധ ഖുർആൻ നമ്മെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ ഇബാദത്തിലും മരണശേഷം കിട്ടുന്ന സൽക്കർമ്മങ്ങൾ അണയാത്ത പുണ്യങ്ങൾക്കുമുള്ള ഒരു വേദിയായിക്കൊണ്ട് ഈ ലോകത്തെ കുറഞ്ഞ ആയുസ്സിനെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു വീണ്ടും വിചാരത്തിൽ ഒരു വിചിന്തനം നടത്തിക്കൊണ്ട് നമ്മൾ ആ രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും ഏറ്റവും നല്ല സൽക്കർമ്മ പുതുകിയായിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, മുന്നോട്ട് പോവുകയും ചെയ്യുക. കാരണം തുടങ്ങിയോടത്തേക്ക് തന്നെ വരിക. കാരണം ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യില്ല, നമ്മുടെ ആയുസ്സിലെ ഒരു സെക്കൻഡ് നഷ്ടപ്പെട്ടാൽ അതൊരിക്കലും നമുക്ക് തിരിച്ചു കിട്ടുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും അധ്യാപനങ്ങളും എല്ലാം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇമാം ഷാഫി റഹിമഹുള്ളയുടെ കവിത അത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിലൂടെ എന്ത് ചെയ്യണം, കൊണ്ടുപോകേണ്ട ഒരു കവിതയാണ്. തസവ്വദ് മിനത് തഖ്വ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. തസവ്വദ് മിനത് തഖ്വ, നീ എന്ത് ചെയ്യുക, തഖ്വ കൊണ്ട് പാതയെ ഒരുക്കുക. ഫഇന്നക ലാ തദ്രി, കാരണം നിനക്കറിയുകയില്ല. ഇദാ ജന്ന ലൈലുൻ, രാത്രി ഇരുൾ മൂടിയാൽ, ഹൽ തഈശു ഇലൽ ഫജ്രി, നാളെ പ്രഭാതത്തിലേക്ക് നീ ഉണ്ടാകുമോ എന്നുള്ളത്. എന്നിട്ട് ഇങ്ങനെ പറയണം. ഈ അധ്യാപനം നമുക്കൊക്കെ അറിയാം. ഇന്ന് നമ്മുടെ ചിന്തകൾ ഉണരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കുറച്ച് ഉദാഹരണങ്ങൾ ഇങ്ങനെ ഇമാം ഷാഫി റഹിമഹുള്ള കവിതാ രൂപത്തിൽ ഇങ്ങനെ പറയണം. എന്താ, ഫകം മിൻ അറൂസിൻ സയ്യനൂഹാ ലിസൗജിഹാ, എത്ര മണവാട്ടികളാണ് അവരുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി അണിയിച്ചൊരുക്കപ്പെട്ടത്. എത്ര പുതുനാരികളെയാണ്, അതുപോലെ തന്നെ മണവാട്ടികളെയാണ് ഭർത്താക്കന്മാർക്ക് വേണ്ടി അണിയിച്ചൊരുക്കപ്പെട്ടത്. പക്ഷേ അവർക്ക് നിർണയിച്ച ആ ഒരു ദിവസത്തെ രാത്രി, ഭാര്യയും ഭർത്താവും ഒന്നിക്കുന്ന ആ ഒരു ആദ്യ ദിവസത്തെ രാത്രിക്ക് മുമ്പ് എന്ത് ചെയ്തു, അവരുടെ റൂഹ് ഖബറിൽ പ്രവേശിക്കപ്പെട്ടു. എത്രയോ വാർത്തകൾ നമ്മൾ കേട്ടില്ലേ. പുതുക്കം പോയി പെണ്ണിനെ കൊണ്ട് തിരിച്ചു വരുന്നതിന്റെ ഇടയിൽ ആക്സിഡന്റായി മരണപ്പെട്ട വാർത്തകൾ നമ്മൾ എത്രയോ കേട്ടിട്ടുണ്ട്. അപ്പോ ആ രാത്രിക്ക് മുമ്പ് മരണപ്പെട്ട ആളുകളുണ്ട്. എത്രയോ ചെറിയ മക്കൾ അവരിനിയും ഒരുപാട് കാലം ജീവിക്കുമെന്ന് നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അവരെല്ലാവരും ഖബറിന്റെ ഇരുട്ടറകളിലേക്ക് പലരും പോയിട്ടുണ്ട്. എത്രയോ ആരോഗ്യമുള്ള ആളുകൾ അവർ ഒരു കാരണവുമില്ലാതെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ എത്രയോ അനാരോഗ്യം കാരണം രോഗാതുരമായ അവസ്ഥയിൽ വർഷങ്ങളോളം കട്ടിലിൽ കിടക്കുന്ന ആളുകൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, മരിക്കാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എത്രയോ യുവാക്കൾ രാവിലെയും വൈകുന്നേരവുമെല്ലാം ചിരിച്ച് കളിച്ച് അങ്ങനെ പ്രഭാതം പുലരുന്നു. പക്ഷേ അവന് അറിയുന്നില്ല അവനുള്ള കഫം പുടവ അത് തുന്നിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്, അഥവാ തുന്നി റെഡിയാക്കപ്പെട്ടിട്ടുണ്ട്. അവനുള്ള കഫം പുടവ അവന് മരിച്ചു കിട്ടിയാൽ മതി എന്ത് അതിങ്ങോട്ട് പ്രയോഗിക്കാൻ.
അവന്റെ കൊട്ടാരങ്ങളിൽ കുടിലുകളിൽ പ്രഭാതം പുലർന്നവൻ വഇൻദൽ മസായി ഖദ് കാന മിൻ സാക്കിനിൽ ഖബരി വൈകുന്നേരമാകുമ്പോഴേക്കും അവൻ ഖബറിലേക്ക് പോയി, അവനെ ഖബറിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. ഫദാവിൻ അലാ തഖവൽ ഇലാഹി ഫഇന്നഹ അതുകൊണ്ട് തന്നെ ഇലാഹിനോടുള്ള സൃഷ്ടാവിനോടുള്ള സൂക്ഷ്മതയിൽ തഖ്വയിൽ നീ നിരതമാവുക. അമാനും മിനൽ അഹ്വാലി ഫീ മൗഖിഫിൽ ഹശ്രി നിന്നെ അല്ലാഹു ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ ഒരു പരലോക നാളിൽ അത് നിനക്ക് അമാനാണ്, നിനക്ക് സംരക്ഷണമാണ്. എന്നിട്ട് വീണ്ടും ആദ്യത്തെ വാചകം ആവർത്തിക്കുക. അതുകൊണ്ട് ആ ഒരു ബോധത്തോടു കൂടി ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നോക്കിക്കാണുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഇബ്നു റജബ് റഹിമഹുല്ലാഹ് പറയുന്ന ഒരു ചരിത്രം കൂടി പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമുക്ക് അവസാനിപ്പിക്കാം. അവരുടെ കാലഘട്ടത്തിലുള്ള ഒരു മഹാനായ വ്യക്തി, അദ്ദേഹത്തിന് 60 വയസ്സായി. ആ വ്യക്തി എത്ര വയസ്സായി? 60 വയസ്സായി. ഇത് ലതായിഫുൽ മആരിഫ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതാണ്. റിസൾട്ട് വായിച്ചപ്പോൾ പരിശോധിച്ചതാണ്. അപ്പൊ അദ്ദേഹത്തിന് 60 വയസ്സായി. 60 വയസ്സായപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, നേരത്തെ പറഞ്ഞ പോലെ ഇരുന്ന് കണക്കൂട്ടി എത്ര ദിവസം ടോട്ടൽ കിട്ടിയത്. അപ്പൊ 21,000 മേലെ ദിവസങ്ങൾ അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. 60 വയസ്സിന്റെ ഇടയ്ക്ക് 21,000 ദിവസത്തേക്കാൾ അയാൾക്ക് കിട്ടി. അയാൾ എന്താ ചിന്തിച്ചതെന്ന് അറിയും, 21,000 ദിവസം കിട്ടിയാലോ. അപ്പൊ ഞാൻ ഓരോ ദിവസം ഒരു തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ എത്രയായി? 21,000 തിന്മയായി. നമ്മൾ അത്ര ചെയ്തിട്ടുണ്ട്. തിന്മ എന്ന് പറഞ്ഞാൽ നമ്മളെവിടെയെങ്കിലും കള്ളുടിക്കാൻ പോകുന്നതും മോശം നടക്കുന്നതും വ്യഭിചരിക്കുന്നതും മാത്രമല്ലല്ലോ. നമ്മുടെ സംസാരത്തിലുണ്ട്, സ്വഭാവത്തിലുണ്ട്, ഇടപാടുകളിലുണ്ട്, നോട്ടത്തിലുണ്ട്, കേൾവിയിലുണ്ട്, എല്ലാത്തിലുണ്ട്. എന്നിട്ട് പറഞ്ഞത് ഒരു ദിവസം ഒരു തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ എൻ്റെ ജീവിതത്തിൽ 21,000 തിന്മകളായി. അവ ഞാൻ അത്ര തിന്മ ചെയ്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് ബോധം കെട്ട് വീണു. അത് പേടിച്ചിട്ട് ബോധം കെട്ട് വീണു. പിന്നെ 1-2 ദിവസത്തിനുള്ളിൽ അയാൾ മരണപ്പെട്ടു എന്ന് രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാൻ സാധിക്കും. അത്രത്തോളം നമ്മൾ ഇന്നേ വരെ ആലോചിക്കണം എത്ര ദിവസം കിട്ടി. എന്നിട്ട് നമ്മൾ ഇങ്ങനെ നമ്മളെ തിന്മകളെ കുറിച്ചൊക്കെ ഒന്ന് കണക്കൂട്ടി എഴുതി വെച്ചിരിക്കണം. അവരങ്ങനെ ചിന്തിച്ചത്, അതുകൊണ്ടാണ് ബോധം കെട്ട് വീണത്. 60 വയസ്സ് എന്നിട്ട് ദിവസമൊക്കെ ഇങ്ങനെ കണക്കൂട്ടി എത്ര തിന്മ ചെയ്തിട്ടുണ്ടാവും ഒക്കെ നമ്മളിങ്ങനെ ഒരു പേപ്പർ ബാഗ് എടുത്ത് കണക്ക് കൂട്ടി അതിനെക്കുറിച്ച് ആലോചിച്ച് ബേജാറായി ബോധം കെട്ട് 2 ദിവസം കൊണ്ട് മരണപ്പെടുകയും ചെയ്ത മുൻഗാമികളുടെ ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ തികഞ്ഞ പ്ലാനിങ്ങോടുകൂടി, സൂക്ഷ്മതയോടുകൂടി, ചിന്തയോടുകൂടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ മുന്നോട്ട് പോകണം. ഇനി ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ പറയുകയും സമയം ഉപയോഗപ്പെടുത്തണം, ആരോഗ്യം ഉപയോഗപ്പെടുത്തണം. ആയുസില്ല, നമ്മളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, 40 കഴിഞ്ഞിട്ടുണ്ട്, നരച്ചിട്ടുണ്ട്, അസുഖങ്ങളുണ്ട്, അതുപോലെ തന്നെ മരണത്തിന് സമയമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കും. പക്ഷെ ഇതൊക്കെ കേട്ടു പോകാന്നല്ല, അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കാത്തതാണ്. അതങ്ങട്ട് അതാണ് നേടേണ്ടത് എന്നുള്ള ആ ഒരു ഭയങ്കരമായ ആർത്തിണ്ടല്ലോ, അതുള്ള ആളുകൾക്കാണ്. മഹാനായ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കേട്ടപ്പോൾ നമ്മളൊക്കെ ആ ചരിത്രം കൂടി പറയാം, എന്നിട്ട് അവസാനിപ്പിക്കാം. ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അബിസീനിയയിലേക്ക് ഹിജ്റ പോയ സംഘത്തിൽപ്പെട്ടയാൾ. 27-ാമത്തെ വയസ്സിൽ ഹിജ്റ പോയി. 27-ാമത്തെ വയസ്സിൽ ഹിജ്റ പോയി. 13 വർഷം അബിസീനിയയിൽ ജീവിച്ചു. നജാഷി രാജാവിന് ഇസ്ലാമിനെ കുറിച്ചും മുസ്ലിങ്ങളെ കുറിച്ചും നല്ലത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ മുന്നിൽ നിന്ന ആളാണ് ആര്? ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് 13 വർഷത്തിന് ശേഷം മദീനയിലേക്ക് ആര് തിരിച്ചെത്തി? ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തിരിച്ചെത്തി. എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും എല്ലാവരും സന്തോഷത്തോടു കൂടി നിന്ന് 27-ാം വയസ്സിൽ പോയ സ്വഹാബി 40-ാമത്തെ വയസ്സിൽ തിരിച്ചു വരാം. 2 കൊല്ലം മദീനയിൽ ജീവിച്ചു. 2 കൊല്ലം മദീനയിൽ ജീവിച്ചു. 2 കൊല്ലം മദീനയിൽ ജീവിച്ചപ്പോൾ ആ 2 കൊല്ലത്തിന് ശേഷമാണ് ഏത് യുദ്ധം വരുന്നത്? മുഅത്ത യുദ്ധം വരുന്നത്. ഏത് യുദ്ധം? മുഅത്ത യുദ്ധം വരുന്നത്. മുഅത്ത യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 3 പടനായകന്മാരാണ് ഉണ്ടായിരുന്നത്. ഒന്നാരാ? സെയ്ദ് റളിയല്ലാഹു അൻഹു. 2 ജഅഫർ ബിൻ അബീ ത്വാലിബ്. 3 അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 പടനായകന്മാരെ വെക്കണമെങ്കിൽ പോകുമ്പോൾ തന്നെ ഉറപ്പാണെന്ത്? ഷഹീദാവുന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യം സെയ്ദ് പതാക പിടിക്കണം. സെയ്ദ് വഫാത്തായി കഴിഞ്ഞാൽ, കൊല ചെയ്യപ്പെട്ടാൽ, ഷഹീദായാൽ ജഅഫർ മാറിപ്പിടിക്കണം. ജഅഫറിന്റെ കയ്യിൽ നിന്നും അത് നഷ്ടപ്പെട്ടാൽ അബ്ദുല്ലാഹി ഇബ്നു റവാഹ പിടിക്കണം എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 1 ലക്ഷം വരുന്ന സൈന്യത്തിന് 3000 മുസ്ലിം സൈന്യം കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ ആദ്യം യുദ്ധം തുടങ്ങി. കൊടുമ്പിരിക്കൊണ്ടു സെയ്ദ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ശത്രുവിന്റെ വെട്ടേറ്റുകൊണ്ട് സെയ്ദ് റളിയല്ലാഹു അൻഹു ഷഹീദായി. ജഅഫർ റളിയല്ലാഹു അൻഹു പതാക എടുത്തു. യുദ്ധത്തിൽ ശക്തമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ വലത്തെ കൈന് വെട്ടേറ്റു. അത് പിടിക്കാൻ കഴിയില്ല, തൂങ്ങിക്കുന്നു. ഇടത്തെ കൈ കൊണ്ട് പിടിച്ചു. ഇടത്തെ കൈനും വെട്ടേറ്റു. പക്ഷെ ഇസ്ലാമിന്റെ പതാക താഴോട്ട് വീഴാൻ പാടില്ല. ജഅഫർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? തോളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇറുക്കി പിടിച്ചു.
ഇറുക്കി പിടിച്ചിട്ട് അവിടെ ശക്തമായിട്ട് അവിടെ തന്നെ യുദ്ധകളത്തിൽ നിന്നു. ശത്രു വെട്ടി വീഴ്ത്തി ജഅഫർ റളിയല്ലാഹു അൻഹു ഇരു കൈകളും നഷ്ടപ്പെട്ടവനായിക്കൊണ്ട് മുഅ്ത യുദ്ധത്തിൽ ഷഹീദായി. അത് കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ യുദ്ധം ഉമർ റളിയല്ലാഹു അൻഹു പറയണം, ആ യുദ്ധത്തിലെ അവസ്ഥകൾ ഇങ്ങനെ യുദ്ധം കഴിഞ്ഞിട്ട് മൊത്തത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. 90ഓളം വെട്ടുകൾ, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 90ഓളം വെട്ടുകളാണ് ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ കണ്ടത്. എന്നിട്ട് ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ് അസ്മാ റളിയല്ലാഹു അൻഹക്ക് 2 മക്കളുണ്ട്. ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ മരണവാർത്ത പറയാൻ അസ്മാ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞപ്പോൾ തന്നെ അസ്മാ റളിയല്ലാഹു അൻഹക്ക് കാര്യം മനസ്സിലായത് വഫാത്തായി പോയിട്ടുണ്ട്. അപ്പോൾ 2 ചെറിയ മക്കളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ എന്ത് ചെയ്തു? ചേർത്ത് പിടിച്ചു. ചെറിയ മക്കൾ ആ മക്കളങ്ങനെ ചേർത്ത് പിടിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജഅഫറിന്റെ അറ്റുപോയ 2 കൈകൾക്ക് പകരമായി കൊണ്ട് ചഞ്ചായമായ അഥവാ സ്വർഗീയമായ 2 ചിറകുകൾ അല്ലാഹു പകരം നൽകിയിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷവാർത്ത അറിയിക്കുക. അതെന്താ വെച്ചാൽ ആയുസ്സിനെ കുറിച്ചുള്ള, ആരോഗ്യത്തെ കുറിച്ചുള്ള, ഒഴിവ് സമയത്തെ കുറിച്ചുള്ള ക്ലാസ്സുകൾ ഇങ്ങനെ കേട്ട്, ആയത്തുകൾ ഇങ്ങനെ കേട്ട് കുറെ ഇങ്ങനെ ഇരുന്ന് പോയതുകൊണ്ടല്ല. അതാണ് നേടേണ്ടത്, അതാണ് കിട്ടേണ്ടത്, അതാണ് വേണ്ടത് എന്ന ഉറക്കുമുണ്ട്. അതിലേക്കാണ് ഇറങ്ങി നിൽക്കുക. മത്സരം നടത്തുന്നവർ, മുന്നേറാൻ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യട്ടെ? അതിനുവേണ്ടി മുന്നേറട്ടെ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ നേരത്തെ പറഞ്ഞു സൂറത്തുൽ അലി, എന്താ? വല്ലാഖിറതു ഖൈറുൻ. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. വല്ലാഖിറതു, പരലോകമാണ്, ഖൈറുൻ, എന്തിനേക്കാളും ഏതിനേക്കാളും ഏറ്റവും ഉത്തമമായത് പരലോകമാണ്. വഅബ്ഖാ, എന്നും ബാക്കിയാകുന്നതും നമുക്ക് ഉപകാരപ്പെടുന്നതും പരലോകമാണ്. ആ ഒരു ചിന്തയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉപദേശങ്ങളും കേൾവികളും ആയത്തുകളും ഹദീസുകളും അവരുടെ ജീവിതത്തിൽ സ്വാധീനിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്നതിനനുസരിച്ച് ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് എനിക്കും നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് വന്നുപോയിട്ടുള്ള അബദ്ധങ്ങൾ റഹ്മാനായ റബ്ബ് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ ഏത് സമയത്ത് മരണപ്പെടുകയാണെങ്കിലും റഹ്മാനായ റബ്ബ് തൃപ്തിപ്പെട്ട ഏറ്റവും നല്ല അടിമയായിക്കൊണ്ട് നരകത്തിലേക്ക് ഒരിക്കലും പോകാതെ, നരകത്തിന്റെ സമീപത്ത് പോലും പോകാതെ സ്വർഗാവകാശിയായിക്കൊണ്ട് സന്തോഷത്തോടുകൂടി റാളിയത്തും മർളിയത്തുമായി മരണപ്പെടുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരെ ഒരു സ്ഥാനം കിട്ടുകയും ചെയ്യുന്ന രൂപത്തിലുള്ള മരണം റഹ്മാനായ റബ്ബ് നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം വരെ സാമ്പത്തികപരമായും ആരോഗ്യപരമായും ഒരാളുടെ മുമ്പിലും തലകുനിക്കേണ്ടി വരുന്ന അവസ്ഥയില്ലാതെ ഇസ്സത്തോടെ ഐശ്വര്യത്തോടുകൂടി ജീവിച്ച് മരണപ്പെടാനുള്ള, ആരോഗ്യത്തോടെ ജീവിച്ച് മരണപ്പെടാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു നമുക്ക് ഉപകാരമുള്ളതാക്കി മാറ്റി തീർക്കുമാറാകട്ടെ. വസ്സലാമു അലാ നബിയിന മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു